ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓർത്തത് ഇൻട്രോ എടുത്തിട്ടില്ലല്ലോ ഈ വീഡിയോയുടെ ഒന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ ഇങ്ങനെ അങ്ങ് ഇൻട്രോ എടുക്കാം എന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പുട്ടും ചിക്കനാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ പറഞ്ഞാൽ ഞാൻ സ്കൂൾ മാറിയെന്ന്. അങ്ങനെ പഴയ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ടി സി ഒക്കെ വാങ്ങിച്ച്, പക്ഷേ ടി സി വാങ്ങിക്കാൻ പറ്റിയില്ല, ടീച്ചർ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അതുകൊണ്ട് വേറൊരു ദിവസം വീണ്ടും വരണം സ്കൂളിലോട്ട്. അങ്ങനെ ഞങ്ങൾ ഇതിൽ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്കൂൾ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ പുറകെ വരും. അങ്ങനെ ഞങ്ങൾ ഒരു ബേക്കറി കയറി ഇരിക്കുകയാണ്, ദാഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വെള്ളം കുടിക്കാൻ വെച്ച് കയറിയതാണ്. ഞാനും അമ്മ ആഷ്മിൻ ദേവൂടാണ് പോയത്. ദേവു എൻ്റെ കസിനാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടാണ് പോയത്. ഞങ്ങൾ മൂന്നുപേരും ഷാർജ ഓർഡർ ചെയ്ത്, അമ്മ ലൈമാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ രാവിലെ ഒരു 11 മണിയായപ്പോൾ പോയതാണ്. പക്ഷേ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഏതാണ്ട് 3-3:30 ആയി. ഇത് ഇപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുക, അതുകൊണ്ട് നല്ല സുഖമായിരുന്നു. ഈ ചൂടത്ത് ഇങ്ങനെ ഈ തണുത്ത സാധനം ഈ ഉള്ളിലോട്ട് ചെന്നപ്പം ആദ്യം അകവും പുറമെല്ലാം ചൂടായിരുന്നു. ഇപ്പോൾ അത് അകം തണുപ്പും വെളിയിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര ചൂടും അടിക്കുന്ന മാതിരിയുള്ളൊരു ഫീലായിരുന്നു. അമ്മ ലൈൻ കിട്ടിയ ഉടനെ അതെല്ലാം കൂടെ ഒരൊറ്റ വലിക്ക് അങ്ങ് അകത്താക്കി, കാരണം അത്രയ്ക്ക് ചൂടായിരുന്നു. ബാക്കി ഇരുന്ന കുറച്ച് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഷെയറിട്ട് കുടിക്കുകയാണ്. അമ്മ കൊടുത്തതിന് ബാക്കി പദം മാത്രമേ ലാസ്റ്റ് ഉള്ളായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര സഹോദര സ്നേഹമായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയറിട്ടങ്ങ് കുടിച്ച്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഷാർജൊക്കെ കുടിച്ച് സിപ്പപ്പ് വാങ്ങിച്ചു. ഞങ്ങൾ സിപ്പപ്പ് വാങ്ങിച്ചായിരുന്നു, നല്ല സിപ്പപ്പ്. ഈ മെർസിലസിൻ്റെ വലിയ സിപ്പപ്പില്ലേ, അത് സിപ്പപ്പ് കുടിച്ചിട്ട് കുറേ നാളായി. അത് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ പകുതി വരി എത്തിയപ്പോഴത്തേനും ഞങ്ങളെ മരച്ചതിച്ചു. ഞങ്ങൾ പിന്നെ വീട്ടിൽ കയറി നനഞ്ഞൂറ്റി വാരിയാണ്. പുറത്ത് നല്ല മരമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ ഒക്കുന്നില്ലല്ലോ, കാണാൻ ഒക്കുന്നില്ല. നല്ല മരമുണ്ട്, വെളിയിൽ നല്ല ഇടിയും മരമുണ്ട്. അതും കണ്ട് ഞാനിങ്ങനെ സിപ്പപ്പ് കുടിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. ചോറിന് എനിക്ക് അത്ര വിശപ്പില്ലായിരുന്നു ഷാർജ കുടിച്ചതുകൊണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, അത് ഏറ്റവും വലുതൊക്കെ നോക്കിയെടുത്തു. പിന്നെ സാമ്പാർ, പിന്നെ തോരന്. എന്ത് തോരനായിരുന്നു? ക്യാരറ്റും വേറെന്തോ ബീട്രൂട്ടും ഇട്ടുള്ളൊരു എന്തൊക്കെയോ ഒരു തോരന്. അങ്ങനെ അതും മൂന്നും കൂട്ടി ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചു. പുറത്ത് മഴയായതുകൊണ്ട് തന്നെ അകത്ത് കറണ്ടും ഇല്ലായിരുന്നു. ഞാൻ എമർജൻസിയുടെ വെട്ടത്തിരുന്നാണ് ഫുഡ് കഴിക്കണത്. എന്തൊരു കഷ്ടപ്പാടല്ലേ. എമർജൻസിയും കത്തിച്ച് വെച്ച് അതിന് വെട്ടത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്, പ്ലീസ്. പിന്നെ എൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നുന്നു ഇവിടെ ഒരിക്കലും കരണ്ടില്ലെന്ന്. എനിക്ക് ഈ സാമ്പാർ അത്ര ഇഷ്ടമല്ല, എന്നാൽ ഞങ്ങൾ കഴിക്കുകയും ചെയ്യും. പക്ഷേ എനിക്ക് ഈ സാമ്പാറിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒഴിച്ച് കറിയിൽ ഇഷ്ടം രസമാണ്. അങ്ങനെ ഇപ്പോഴും പുറത്ത് നല്ല മഴയാണ്, പക്ഷേ സന്ധ്യ നേരമായി. അങ്ങനെ ഞാൻ സന്ധ്യയ്ക്ക് ഇങ്ങനെ വൈകിട്ട് അങ്ങനെ ചായ കുടിക്കാറില്ല. പിന്നെ ഞങ്ങൾ വരുന്നൊരിക്കൽ കട്ട്ലറ്റ് വാങ്ങിച്ചായിരുന്നു. അങ്ങനെ ഞാൻ കട്ട്ലറ്റ് കഴിക്കുകയാണ്. അങ്ങനെ പുറത്ത് നല്ല തണുത്ത മഴയും നല്ല എരിവുള്ള കട്ട്ലറ്റും. പൊളി. ഒരു ചൂട് കാപ്പി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ, പക്ഷെ ഞാനങ്ങനെ കാപ്പി കുടിക്കാറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. രാത്രിയിലത്തെ ഫുഡ് ഞാൻ എടുക്കുന്നില്ല, കാരണം ഉച്ചയ്ക്കത്തത് തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.